നിയമസഭാ തെരഞ്ഞെടുപ്പ് ഔപചാരികമായി പ്രഖ്യാപിക്കുന്നതിന് ഒരു മുഴം മുമ്പേ ചുമരെഴുത്തും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവുമായി NDA രംഗത്തിറങ്ങി. തിരുവല്ല നിയോജക മണ്ഡലത്തിൽ NDAയുടെ പ്രചാരണത്തിന് തുടക്കമായി കഴിഞ്ഞു. തിരുവല്ല ചെയർമാൻ റോഡിലുള്ള ചുമരിൽ താമര ചിഹ്നം വരച്ച BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ജോസഫ് ചുമരെഴുത്തുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിലെ 11 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ഉൾപ്പെടെ 70 ശക്തി കേന്ദ്രങ്ങളിലും ചുമരെഴുത്തുകൾ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒപ്പം തിരുവല്ല രാമഞ്ചിറയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ജോസഫ് നിർവഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സമിതി അംഗം B രാധാകൃഷ്ണൻ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് കൃഷ്ണ, ടിൻഡു തോമസ്, സംസ്ഥാന കൗൺസിൽ അംഗം മധു പരുമല, വിവിധ ഘടകകക്ഷി നേതാക്കളായ രതീഷ് മുട്ടപ്പള്ളി, ലിജോ മത്തായി, ജോബിൻ മണത്തറ, രാജു മഞ്ഞാടി, സുരേഷ് ഭാസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവല്ലയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ചുവരെഴുത്തോടുകൂടി ഔദ്യോഗികമായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. എന്നോടൊപ്പം തിരുവല്ലയിലെ എല്ലാ മുതിർന്ന പ്രവർത്തകരുമുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നല്ല രീതിയിൽ പ്രചരണം തുടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു പകുതിയോളം വീടുകളിൽ ഞങ്ങൾക്ക് ഗൃഹസമ്പർക്കം നടത്താൻ സാധിച്ചു. അങ്ങനെ പല കാര്യങ്ങളും വളരെ മുന്നിലായിട്ട് ഞങ്ങൾ ഓൾറെഡി പോയി കഴിഞ്ഞു. ഇത്തവണ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു മുദ്രാവാക്യം തിരുത്തി എഴുതണം തിരുവല്ല എന്നാണ്. ഒരു തിരുത്തി എഴുത്താണ് സത്യം പറഞ്ഞാൽ ഇന്ന് മതിലിൽ ഞങ്ങൾ എഴുതി തുടങ്ങിയത്. അപ്പോൾ ഇന്ന് മതിൽ എഴുത്തോടുകൂടി ഞങ്ങൾ ഈ തിരുവല്ല ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കം ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് NDA സംബന്ധിച്ച് ഇത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും തിരുവല്ല ഇത്തവണ NDA വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിരുവല്ലയിൽ അജണ്ടകളേ ഉള്ളൂ. കാരണം തിരുവല്ലയിൽ ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ നിയമസഭാ അംഗമായിരിക്കുന്ന വ്യക്തി 20 വർഷമായിട്ട് MLA ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ ഈ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്നത് സ്റ്റേഡിയമാണ്. അത് മാത്രം മതി തിരുവല്ലയുടെ ഒരു എന്താണ് തിരുവല്ലയുടെ അവസ്ഥ എന്നുള്ള നേർചിത്രം പറയാൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസതിയുടെ മുമ്പിൽ കൂടെ പോകുന്ന തിരുവല്ല മല്ലപ്പള്ളി റോഡ് മതി ഈ തിരുവല്ലയുടെ വികസനത്തിൻ്റെ നേർചിത്രം പറയാൻ. അതുകൊണ്ട് തിരുവല്ലയ്ക്ക് വളരെയധികം അനന്ത സാധ്യതകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഒത്തിരി കഴിവുള്ള ആളുകൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഏറ്റവും കഴിവുള്ള തിരുവല്ലക്കാരെ കാണാൻ കിട്ടുമെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ആ തിരുവല്ലയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിക്കാൻ നമുക്ക് പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അജണ്ട ഒരു ഡബിൾ എഞ്ചിൻ MLA ഇവിടെ ഉണ്ടാവണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ MLAയുടെ ശക്തിയും ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ശക്തിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ശക്തി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഡബിൾ എഞ്ചിൻ MLA ആയിരിക്കും ഇത്തവണ തിരുവല്ലയിൽ നിന്ന് ഉണ്ടാവുക.